ഹലോ ഗൈസ്, ഏവർക്കും തന്നെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഒരു മിനിയേച്ചറാണ്. ബോട്ട് ഉണ്ടാക്കാൻ പോകട്ടെ, ചെറിയൊരു സ്പീഡ് ബോട്ട് ഉണ്ടാക്കാൻ പോകണം റിമോട്ട് കൺട്രോളിൽ. അപ്പോൾ ഇതുണ്ട്, ഇത് ഫോറക് ഷീറ്റാണ്. ഇത് RMMൻ്റെ ഫോറക് ഷീറ്റാണ്. ഞാൻ പ്ലെയിനും അതുപോലെ തന്നെ ട്രെയിനും ഉണ്ടാക്കിയപ്പോൾ അതിന് മിച്ചം വന്ന പീസാട്ടെ ഇത്. കണ്ടോ, ഇത്രയും മിച്ചം വന്നായിരുന്നു. അപ്പോൾ അതിൽ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ സ്പീഡ് ബോട്ട് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇതതിൻ്റെ ഒരു ചെറിയൊരു പീസാണ്, ബോട്ടിൻ്റെ അടിഭാഗമാണിത്. ഇതിൻ്റെ അളവെന്ന് പറയുന്നത് കണ്ടോ, ഇത്രയും 15 സെൻറ്റിമീറ്ററാണ്. 15 സെൻറ്റിമീറ്റർ ഈ ഒരു ഇതാണ്. ഇത് 1.5 സെൻറ്റിമീറ്റർ, ഇതും 5 സെൻറ്റിമീറ്റർ കേട്ടോ. ഈ പോയിൻ്റ് വരെ 5 സെൻറ്റിമീറ്റർ, വീണ്ടും 5 സെൻറ്റിമീറ്റർ കണ്ട ഇങ്ങനെ ഇരിക്കും. ഇതെല്ലാം 5 സെൻറ്റിമീറ്ററാണ്. ഇതേപോലെ ഞാൻ 2 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, 2. അതുപോലെ തന്നെ ഇതുപോലത്തെ പീസ് ഞാൻ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 5 സെൻറ്റിമീറ്റർ വീതിയുള്ള, അതായത് ഇതല്ല, ഈ പോയിന്റ് മുതൽ ഇവിടം വരെ വീതി 5 സെൻറ്റിമീറ്ററാണ്. ഇങ്ങനത്തെ കുറച്ച് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 1.5 സെൻറ്റിമീറ്റർ വീതിയുള്ള പീസാണിത്. ഇത് ഞാൻ ഒരു 3 എടുത്തിട്ടുണ്ട്. റിമോട്ട് കൺട്രോളായിട്ടാ. അപ്പോൾ എൻ്റെ ഒരു പഴയൊരു ഫെറാറിയുടെ കാറുണ്ട്, അതിൽ നിന്ന് അതിൻ്റെ കൺട്രോളൊക്കെ അഴിച്ചിട്ട് നമ്മൾ ഇതിൽ ചെയ്യും. ആ ഫെറാറി ഓൾറെഡി വർക്ക് ആവത്തില്ല, അതുകൊണ്ടാണ്. രണ്ടെണ്ണം. പിന്നെ അതിൻ്റെ തന്നെ ഏറ്റവും ചെറിയ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതില്ല, ഇതിൻ്റെ ഏറ്റവും ചെറുത്. ഞാൻ ഡ്രോൺ ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്, പക്ഷേ ഡ്രോണിപ്പോൾ പ്ലാൻ മാറ്റി, നമ്മളിപ്പോൾ സ്പീഡ് ബോട്ടാക്കി. ഇതുപോലത്തെ 1, 2, 3, 4 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 3. എനിക്കാണെങ്കിൽ ഫെറാറി കാറും അതിൻ്റെ റിമോട്ടും കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് നമ്മുടെ ഫെറാറിയുടെ കാർ കേട്ടോ. നല്ല കാറായിരുന്നു, പക്ഷെ ഇതിൻ്റെ മോട്ടറൊക്കെ പോയി, അതുകൊണ്ട് ഇതിൻ്റെ കൺട്രോള് വർക്കിംഗ് ആണ്. ഇതതിൻ്റെ റിമോട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് അഴിച്ചിട്ട് ഇതിൻ്റെ നിന്നുള്ള കൺട്രോളർ എടുക്കണം. ലെഫ്റ്റ് റൈറ്റ് ഒക്കെ അതിൻ്റെ കൺട്രോളില്ല, ഇതിൻ്റെ ഉള്ളിലുള്ള അതെടുക്കണം, എന്നിട്ട് വേണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ വാൾപേപ്പർ നമ്മുടെ കുറച്ച് ഇരിപ്പുണ്ട് കേട്ടോ. റെഡും ബ്ലാക്കും ഗ്രേയും നമ്മുടെ ഇരിപ്പുണ്ട്. അത് കുറച്ചേ ഉള്ളൂ. നമ്മൾ പ്ലെയിൻ ഉണ്ടാക്കിയ സമയത്ത് വാങ്ങിച്ചത്, അതിൻ്റെ കുറച്ച് പീസ് ഇരിപ്പുണ്ടത്. പ്ലെയിൻ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ കേട്ടോ, നോക്കി. അതുപോലെ തന്നെ ട്രെയിൻ അപ്പുറത്തെ ഹാളിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. ഹാളിലൊരു ഷെൽഫ് പോലെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്താണ് ട്രെയിൻ വെച്ചിരിക്കുന്നത്. കണ്ട, റിമോട്ടുണ്ട്. ഇത് നല്ല വർക്കിംഗ് ആണ്, പക്ഷേ അതിൻ്റെ മോട്ടറൊന്നുമില്ല. ഇതുണ്ട്, ഇവിടുത്തെ മോട്ടറൊന്നുമില്ല. പക്ഷേ ഈ കാർ കളയത്തൊന്നുമില്ല, ഷോക്കേസിങ് ആയിട്ട് വെക്കും. ആ കൺട്രോൾ മാത്രമേ നമ്മളിത് എടുക്കത്തുള്ളൂ, വീലെല്ലാം അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇനി ബോട്ടിൻ്റെ പരിപാടിയിലേക്ക്. ഗൈസ്, നമ്മൾ ബോട്ട് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പീസാട്ടാ. ഇതാണ് ഈ പീസ്. ഈ ഒരു ലൈൻ കണ്ട, ഇതിങ്ങനെ ഒട്ടിക്കും. എന്നിട്ട് അടുത്ത പീസ് ഇതിവിടെ ഒട്ടിക്കണം. മനസ്സിലായി? അങ്ങനെ ഇത് ഒട്ടിക്കണം.
ഇതേപോലെ ചിത്രം നമ്മൾ ഒട്ടിക്കണം. ഒട്ടിച്ചതിന് ശേഷം കാണാമേ. ഗൈസ് നമ്മളെല്ലാ പീസും ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. നോക്കി വേണ്ട. ഇതാണ്ട് ഇവിടെ ആ പീസ് ഒട്ടിച്ചു, പുറകിൽ ആ പീസ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അടിഭാഗമാണ്. ഇനി ഈ മുഖം റെഡിയാക്കണം കേട്ടോ. ഓർത്തിരിക്കുന്ന ഇതില്ലേ, അതൊന്ന് റെഡിയാക്കാൻ എടുക്കാണ്ട്. പിന്നെ ഈ ബോട്ടിൻ്റെ ഈ നീളം ഞാൻ അവസാനം പറയാം. ഇതൊന്ന് ഒട്ടിച്ച് നോക്കാം. ഒട്ടിച്ചതിന് ശേഷം ഈ ബോട്ടിൻ്റെ നീളവും കാര്യങ്ങളൊക്കെ ഞാൻ അവസാനം പറയാം. പിന്നെ ഇവിടെയാണ് നമ്മൾ മോട്ടർ വയ്ക്കുന്നത്. മോട്ടർ ഇവിടെ വയ്ക്കും. പിന്നെ ബാറ്ററി. ഒരു സ്പീഡ് ബോട്ടാട്ടാ, കപ്പലല്ല, സ്പീഡ് ബോട്ട്. റിമോട്ടിൽ ഓടിക്കാൻ പറ്റുന്ന ബോട്ട്. പിന്നെ ഇവിടെയൊക്കെ ഇതൊക്കെ ചെയ്യാനുണ്ട്. ഡ്രൈവിങ് സംഭവങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്യട്ടെ. ഗൈസ് നമ്മൾ മുഖം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഇതൊന്ന് ഉരച്ചെടുക്കണം. ഇനി മൊത്തം ഒന്ന് സാൻഡ് പേപ്പർ ഇട്ട് ഇതെല്ലാം ഉരയ്ക്കണം. ഉരച്ചിട്ട് വേണം NC പുട്ടി തേക്കണം. NC പുട്ടി തേച്ചിട്ട് വേണം നമ്മുടെ പെയിൻ്റ് അടിക്കാനായിട്ട്. ഇവിടെയും കവർ ചെയ്യണം. ഇവിടെയും കവർ ചെയ്യണതിന് മുമ്പ് മോട്ടറും കാര്യങ്ങളും സെറ്റ് ചെയ്യണം. ഇവിടെ മോട്ടറും കാര്യങ്ങളും സെറ്റ് ചെയ്ത് വയറെല്ലാം സെറ്റ് ചെയ്യണം. എന്നാൽ മാത്രം ഇത് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതെല്ലാം ഉരച്ചെടുക്കണം. വേണ്ട, ഇത് ഷേപ്പ് ചെയ്ത് ഉരച്ചെടുക്കണം. സാൻഡ് പേപ്പർ ഇട്ടിട്ട് ഇതെല്ലാം ഉരക്കണം. അപ്പം ഇനി ഉരച്ചതിന് ശേഷം കാണാവേ മൊത്തം ഉരക്കണം സാൻഡ് പേപ്പർ ഇട്ടിട്ട്. ഗൈസ് ഞാൻ ഇതുപോലത്തെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം 12 സെൻറ്റിമീറ്ററാണ്. പിന്നെ ഈ പോയിൻ്റ് ഉണ്ട്, ഇവിടുന്ന് അറ്റം വരെ 6 സെൻറ്റിമീറ്ററും ഇപ്പുറത്തും 6 സെൻറ്റിമീറ്ററും പിന്നെ സൈഡിലെ വീതി 6 സെൻറ്റിമീറ്ററാണ്. ടോട്ടലിൻ്റെ നീളം ഇതിൻ്റെ ഇത്ര നീളം 12. പിന്നെ ഈ ലൈൻ വരച്ചിരിക്കുന്നുണ്ട്. ഇവിടുന്ന് ഇവിടം വരെ 6 സെൻറ്റിമീറ്റർ, ഇവിടുന്ന് ഇവിടം വരെ 6 സെൻറ്റിമീറ്റർ, താഴത്തും 6, ഇവിടെ 6. ഇത് ഫ്രണ്ടാണ്. ഇതിങ്ങനെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒട്ടിച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ബോട്ടിപ്പോൾ ഏകദേശം ഉണ്ടാക്കി കുറച്ചായിട്ടുണ്ട് കേട്ടോ. ഇതല്ല, ഇത് ഗിയർ മോട്ടർ വെച്ചിട്ടുണ്ട്. കാരണം ഇത് നമ്മുടെ ലെഫ്റ്റും റൈറ്റും തിരിക്കാനുള്ളതാണ്. പിന്നെ 2 മിനി മോട്ടർ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ എൻജിൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പേനയുടെ ലീഫ്ലറാട്ടോ. ഇത് ഷാഫ്റ്റിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്രൊപ്പലർ വയ്ക്കാനുള്ള ഷാഫ്റ്റ്. അതിൻ്റെ വയറ് കണക്ഷനും. ഗിയർ നമ്മുടെ മോട്ടറിൻ്റെ ലെഫ്റ്റും റൈറ്റും തിരിക്കാനുള്ളതാണ്. പിന്നെ ഇതിൻ്റെ കവർ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ആയിരിക്കും എൻ്റെ സ്പീഡ് കൺട്രോളും കാര്യങ്ങളും ബാറ്ററിയൊക്കെ ഇതിൻ്റെ അകത്ത് വെക്കും. ഇനി ഇവിടെ എൻ്റെ ഡിസൈൻ ചെയ്യാനുണ്ട്. ഞാൻ അടിഭാഗത്താണെങ്കിൽ ഞാൻ ബ്രൗൺ സെല്ലോ ടേപ്പ് ഇല്ലേ, അത് മൊത്തം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. കാരണം ബാഗിൽ വെള്ളം കയറും. അതുകൊണ്ടാണ് ഞാൻ ബ്രൗൺ സെല്ലോ ടേപ്പ് ഒട്ടിച്ചത്. ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ വെച്ച് നോക്കിയായിരുന്നു. ഇത് പൊങ്ങി കിടപ്പുണ്ട്. എങ്ങാനും ലീക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കയറും. അതുകൊണ്ടാണ് ടെസ്റ്റ് ചെയ്തത്.
ബാറ്ററി ആട്ടാ. ഇത് മോട്ടറിൻ്റെ വയറാണ്, നീലയും മഞ്ഞയും. പിന്നെ ഈ 2 കറുപ്പ് വയർ അത് ഗിയർ മോട്ടറിൻ്റെയാണ്. ഇപ്പോൾ ഒരു ശബ്ദം കേട്ടില്ല, അതായത് കറങ്ങിയതിൻ്റെ ഏട്ടാ. പിന്നെ ഇതിൽ പ്രൊപ്പല്ലർ വെക്കണം. നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്. ഞാൻ ഇതുപോലത്തെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പ്, ഇതിൻ്റെ മേൽഭാഗമാണ് കേട്ടോ. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ ഏകദേശം 23 സെൻറ്റിമീറ്ററും, ഇതുണ്ട് ഇത് ഇത്രയും 6 സെൻറ്റിമീറ്ററും, ഇതും 6 സെൻറ്റിമീറ്ററും. പിന്നെ വീതി 12 സെൻറ്റിമീറ്റർ ആക്കാം. ഇവിടുന്ന് ഇവിടം വരെ 12 സെൻറ്റിമീറ്റർ. പിന്നെ ഇത് കണ്ടാം, ഇങ്ങനെ ഒരു ഡിസൈൻ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് ഇത് ഇത്രയും 4 സെൻറ്റിമീറ്ററും 4. പിന്നെ ഇവിടുത്തെ നീളം 9 സെൻറ്റിമീറ്റർ. പിന്നെ ഈ വീതി 3 സെൻറ്റിമീറ്റർ. ഇത് ഇത്രയും 9 സെൻറ്റിമീറ്റർ 4. ഈ പോർഷനില്ല, അത് ഇതിൻ്റെ ഇവിടെ വയ്ക്കാനുള്ളതാണ്, ഇവിടെ വയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ ഒട്ടിക്കണം, പ്ലാസ്റ്റിക്കിൽ ഒട്ടിച്ചതിന് ശേഷം കാണിക്കാവേ. ഗൈസ്, ഇതാണ് നമ്മുടെ കൺട്രോൾ കേട്ടോ. നമ്മുടെ ഫെറാറിയുടെ കാറിലെ കൺട്രോളാണിത്. ഇപ്പം ഇത് സ്വിച്ച്, ഇതണ്ട സ്വിച്ച്, അതുപോലെ ലൈറ്റ്. പിന്നെ ഈ വയർ കണ്ട, ഇത് നമ്മുടെ ലെഫ്റ്റും റൈറ്റിൻ്റെ കേട്ടോ. നമ്മുടെ ഗിയർ മോട്ടറിലേക്ക് കൊടുക്കേണ്ട ഈ വയറാണ്, ലെഫ്റ്റ് റൈറ്റും. പിന്നെ ഈ ചുമപ്പും ബ്ലാക്കും കണ്ട, ഇത് നമ്മുടെ മോട്ടറിൽ കൊടുക്കേണ്ടതാണ്, എൻജിനിൽ കൊടുക്കേണ്ടതാണ് ഇത്. പിന്നെ ഇത് നമ്മുടെ LED ലൈറ്റ്. പിന്നെ ഈ സംഭവം കണ്ട, ഇതാണ് ഇതിൻ്റെ ആൻറ്റിന, റിമോട്ട് കണക്റ്റ് ആകാനുള്ള ആൻറ്റിനയാണിത്. പിന്നെ ഈ വയറ് ഈ മഞ്ഞയും ചുവപ്പും കണ്ട, ഒന്നുമില്ലാത്ത വയറ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫെറാറിയുടെ ഡോറിൻ്റെ വയറാണിത്, ഡോർ ഓപ്പൺ ആക്കാനുള്ള വയറാണിത്. ഇത് നമുക്ക് വേണ്ട, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്ത് നമുക്ക് ലൈറ്റിൻ്റെ ഇതിൽ കൊടുക്കാം. പിന്നെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഇത് കണ്ട BR എന്നൊക്കെ കണ്ടില്ല. M എന്ന് വെച്ചാൽ മോട്ടർ. പിന്നെ ഇത് പ്ലസും മൈനസും കണ്ട, ഇത് മോട്ടറിൻ്റെ പ്ലസും മോട്ടറിൻ്റെ മൈനസും. ലെഫ്റ്റ് റൈറ്റ് കണ്ട, ഇത് ലെഫ്റ്റും ഇത് റൈറ്റും. അങ്ങനെയാണിത് കൺട്രോൾ നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇതിൽ എഴുതിയിട്ടുണ്ടാകും ഗൈസ് എന്തൊക്കെ കണക്ട് ചെയ്യണമെന്നൊക്കെ. സിമ്പിളാണ്. ഇതുണ്ടാകും L-ഉം R-ഉം കണ്ട, അതായത് ലെഫ്റ്റ് റൈറ്റും Bയും Fഉം, മോട്ടറിൻ്റെ പ്ലസും മോട്ടറിൻ്റെ മൈനസും. പിന്നെ ഇത് ബാറ്ററി, ഇത് പ്ലസും മൈനസും ബാറ്ററിയുടെ. പിന്നെ ഇത് സ്വിച്ച്. ഇത് നമുക്ക് കാറിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. പക്ഷെ ഓൺലൈനിൽ വാങ്ങുമ്പോഴത്തേക്കും നമ്മൾ വയർ കണക്ട് ചെയ്യണം, വയർ സോൾഡർ ചെയ്തെടുക്കണം. ഓൺലൈനിൽ ഏകദേശം 200-230 രൂപയാണ് എൻ്റെ കൺട്രോളും അതും എൻ്റെ റിമോട്ടിൻ്റെ കൺട്രോളും കൂടെ, രണ്ടും കൂടെ ഒരുമിച്ച് 230 രൂപയ്ക്ക് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ കിട്ടും. ഇത് ഞാനിപ്പം ഫെറാറിയുടെ കാറിൽ നിന്ന് അഴിച്ചെടുത്തതാണ്. ഫെറാറി കാറ് അത് വർക്കാകത്തില്ല, അതായത് അതിൻ്റെ ഗിയറില്ലേ, പുറയിലത്തെ മോട്ടറിൻ്റെ ഗിയർ അത് വർക്കാകത്തില്ല, അത് പൊട്ടിപ്പോയി. അതുകൊണ്ട് വേണമെങ്കിൽ ഗിയർ വെക്കാം, പക്ഷെ ഞാൻ എന്തായാലും വെക്കുന്നില്ല, എന്തായാലും അഴിച്ചെടുത്ത് ഇനിയിപ്പോൾ നമ്മുടെ ഈ ബോട്ടിലേക്ക് കണക്ട് ചെയ്യുകയാണ്. അത് നമ്മുടെ ബോട്ട് ഇപ്പോൾ വർക്കിങ്ങിലാണ്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കൺട്രോളർ നമ്മൾ വെച്ചിട്ടുണ്ട്, സ്ക്രൂ ചെയ്തായിട്ട് വെച്ചിരിക്കുന്നത്.
പിന്നെ വയർ കണക്ഷനൊക്കെ കൊടുത്തു. ഇതുണ്ടോ, ഇത് മോട്ടറിൻ്റെ വയർ. പിന്നെ നമ്മുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വയർ. പിന്നെ ലൈറ്റിൻ്റെ 2 വയറുണ്ട്. ഇത് ലൈറ്റാണ്. ഇത് തൽക്കാലം മുകളിൽ കൊടുക്കും. പിന്നെയുള്ള 2 വയറുണ്ട്, അതായത് ഒരു മഞ്ഞയും ഒരു കറുപ്പും ഉണ്ട്. അത് ഞാൻ ലൈറ്റിന് വേറെ സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട്. അത് ഫ്രണ്ടിലത്തെ ലൈറ്റിനാണ് കേട്ടോ. ഇവിടെ ഒരു ലൈറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ മോടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. മോടിയല്ല, ഇതിങ്ങനെ കവർ ചെയ്ത് വെക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു മോടി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. കേട്ടോ, ഇവിടെ ഇതുപോലത്തെ ഒരു പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കറക്റ്റ് കാണിച്ചായിരുന്നു ഇതിൻ്റെ അളവ്. ഈ സൈഡിലത്തെ അളവ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. വേണ്ട, 4 സെൻറ്റിമീറ്ററാണ് വീതി. ഇത്രയും 4 സെൻറ്റിമീറ്റർ. പിന്നെ ഇവിടുത്തെ വീതി എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ. പിന്നെ ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെ 30 സെൻറ്റിമീറ്റർ ആട്ടോ. 30 സെൻറ്റിമീറ്റർ. ഇതുപോലത്തെ 2 പീസ് കട്ട് ചെയ്തിട്ട് ഇപ്പുറത്ത് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഇത് ഇത്രയും 12 സെൻറ്റിമീറ്റർ. പിന്നെ ഇവിടുത്തെ വീതി 4 സെൻറ്റിമീറ്റർ. ഇവിടെ എയർ പോകുന്ന രീതിയിൽ ഞാൻ കൊടുത്തിരിക്കട്ടാ. പിന്നെ ഇത് കണ്ട, ഇതുപോലൊരു സംഭവം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചാൽ മതി. നമുക്കിത് സ്ക്രൂ ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഇതാണ്ട് ഞാൻ അവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇത് ആവശ്യമുള്ളപ്പോൾ ഇതിങ്ങനെ ഊരിയെടുക്കാം. കണ്ട, ഇതിങ്ങനെ ഊരിയെടുക്കും, എന്നിട്ട് കയറ്റി വയ്ക്കുകയും ചെയ്യാം. ഇനി ചെയ്യാനുള്ളത് ഇതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ സോൾഡർ ചെയ്യണം. പിന്നെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തിരിക്കുന്നേ ഉള്ളൂ വയറെല്ലാം. ഇനി കറക്റ്റായിട്ട് പ്ലസും മൈനസൊക്കെ കറക്റ്റ് ലെവലിൽ കൊടുക്കണം. ജസ്റ്റ് ഒന്ന് വയറൊന്ന് മാറാതിരിക്കാൻ വേണ്ടി എല്ലാം ഒന്ന് കണക്ട് ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ റിമോട്ട്. ഇത് HW വേണം. ഇത് വർക്ക് ആവണമെങ്കിൽ HW ബാറ്ററി വേണം. വേണ്ട, HW ബാറ്ററി വേണം. 9 വോൾട്ടിൻ്റെ. 10ൻ്റെ ബാറ്ററിയിൽ വർക്ക് ആകത്തില്ല. HW ബാറ്ററി ഇപ്പം എൻ്റെ കയ്യിലില്ല. ഉണ്ടായിരുന്നത് ചാർജ് ചെയ്തിരുന്നു. ഇനി പുതിയ ഒരെണ്ണം വാങ്ങിക്കണം. വാങ്ങിച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇത് നമ്മുടെ ഫൈനലി നമ്മുടെ ബോട്ട് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഫുള്ള് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മോട്ടറിൻ്റെ സെക്ഷൻ ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. ഡിസൈനിൽ ഞാൻ മാറ്റിയിട്ടുണ്ട്. മോട്ടർ താഴത്തായിരുന്നില്ലേ, ഇവിടെ അങ്ങോട്ടായിരുന്നില്ല മോട്ടർ. അത് ഞാൻ മാറ്റി മേളിലേക്ക് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി, അതിൻ്റെ ഫെറാറിയുടെ കൺട്രോളർ. ഇത് നമ്മുടെ ആൻറ്റിനയാണ്, അതായത് റിമോട്ടിൽ വരുന്ന കണക്ഷൻ ഇതിലൂടെയാണ് ഇതിലേക്ക് പാസ് ചെയ്യുന്നത്. മനസ്സിലായി? ആ സംഭവമാണിത്. ആൻറ്റിനയിൽ നിന്നൊരു അലൂമിനിയം പേപ്പർ, അതാണ് സംഭവം. പിന്നെ വയറിംഗ് ഒക്കെ സെറ്റായി. ഗിയർ മോട്ടർ വെച്ചു, 2 മിനി മോട്ടർ. പിന്നെ ഇവിടെ ആണെങ്കിൽ ഞാൻ പേനയുടെ ലീഫർ മാറ്റി കമ്പി ആക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ പ്ലാസ്റ്റിക് ആട്ടോ, പ്ലാസ്റ്റിക് ഗിയറാണ്. രണ്ടും കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്തതാണ്. ഇതുണ്ട് അതിൻ്റെ വയർ കണക്ഷനും കാര്യങ്ങളൊക്കെ. എനിക്കാണെങ്കിൽ ഓടിച്ച് കാണിച്ചിട്ടാണ്. കണ്ട അതിൻ്റെ റിമോട്ട് കണ്ട. ഇത് ലെഫ്റ്റ് റൈറ്റ് കേട്ടോ. ഇത് ലെഫ്റ്റ് റൈറ്റ് കണ്ട. ഇതങ്ങോട്ട്, ഇതിങ്ങോട്ട്. ലൈറ്റ് കത്തുന്നുണ്ട്. സംഭവമെല്ലാം സെറ്റായി. ഇനി ഇതിൽ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം. മനസ്സിലായി? നമ്മുടെ വാൾപേപ്പറില്ലേ, ഗ്ലോസി ടൈനി വാൾപേപ്പർ, അത് ഒട്ടിക്കണം. അതെനിക്ക് നാളെ കാണിച്ചു തരാം. ഇന്ന് ഞാൻ എന്തായാലും ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ 5ാമത്തെ ദിവസം കേട്ടോ ഇതിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിനിമം എന്തായാലും ഒരാഴ്ച പിടിക്കുമായിരിക്കും ചെയ്യാനായിട്ട്.
ഇനി നാളെ ഇത് വാൾപേപ്പർ ഒട്ടിക്കണം. പിന്നെ ബാറ്ററി ഞാൻ എന്തായാലും ഊരുവേട്ടാ, എൻ്റെ ചൂടാവും. കറുപ്പാണ് കൊടുക്കാനുള്ളത്, കറുപ്പ്. പിന്നെ ഗ്രേ ഇതിൻ്റെ ബോർഡറിലായിട്ട് കൊടുക്കണം. ഗ്രേ വാൾപേപ്പർ അത് ഇതിൻ്റെ ബോർഡറിലായിട്ട് കൊടുക്കണം. വേണ്ട പിന്നെ ഇവിടെയൊക്കെ ഈ ചുളുക്കുണ്ട്, നമ്മൾ ഇൻസിപ്പുട്ട് തേച്ചില്ലേ അത് ഉരച്ച് അതിൻ്റെ ഇതാണ് കേട്ടോ. ഇവിടെയൊക്കെ ക്ലീനാണ്, ഇവിടെയും കുഴപ്പമില്ല. അടിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതുണ്ടാവും, ഇങ്ങനെ പാട് പോലെ കാണാൻ പറ്റും. ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വാൾപേപ്പർ ഒട്ടിക്കുന്നതിന് മുമ്പ് സെല്ലോ ടൈപ്പ് ഇല്ലേ അത് ഒട്ടിച്ചില്ലേ, അപ്പോൾ അതിൻ്റെ പാടാണ്. ഫോണിൽ കാണുമ്പോൾ ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല, നേരിട്ട് കാണുമ്പോഴത്തേക്കും നല്ല ചുളുക്കലുണ്ട്. കണ്ടോ, ഇൻസുലേഷൻ ടൈപ്പ് ഒട്ടിച്ചാൽ ഇവിടെയും ബ്ലാക്ക് കൊടുക്കണം. പിന്നെ ഇതാണ് അതിൻ്റെ മൂടി, പുറത്തും ബ്ലാക്ക്. ഇത് കണ്ടോ, ഇത്രയും ബ്ലാക്ക് കൊടുക്കണം. പിന്നെ ഫ്രണ്ടിലൊരു ലൈനായിട്ട് ഇങ്ങനെ ബ്ലാക്ക്, സൈഡിൽ ഗ്രേ. നമ്മളൊന്ന് ചിലപ്പോൾ നമ്മൾ പ്ലാൻ മാറ്റും കേട്ടോ, ഡിസൈനിലൊക്കെ ചിലപ്പോൾ വേറെ ഡിസൈനൊക്കെ വെക്കും. ഇതണ്ട ചുളുക്ക് കണ്ടോ നിങ്ങൾക്ക്, ഇത് ഇൻസുലേഷൻ ടൈപ്പ് ഒട്ടിച്ചതിൻ്റെ കേട്ടോ ഈ ചുളുക്കൊക്കെ. ഇത് പ്ലാസ്റ്റിക്കാണ് ഈ വാൾപേപ്പർ, അതുകൊണ്ട് നമുക്ക് വലിച്ചിങ്ങനെ ഒട്ടിക്കാം. സ്റ്റിക്കറാണെങ്കിലും പ്ലാസ്റ്റിക്കാണ് സംഭവം, അതിങ്ങനെ വലിച്ച് നമുക്ക് വേണ്ട രീതിയിൽ ഒട്ടിക്കാം. പക്ഷെ ഒട്ടിച്ചപ്പോൾ ഇത് കണ്ടോ, ഇത് സെല്ലോ ടൈപ്പ് ഒട്ടിച്ചതിൻ്റെ പാടും കാര്യങ്ങളാണ്. അതെന്തായാലും കുഴപ്പമില്ല. നമ്മൾ ബാറ്ററി എടുത്ത് മാറ്റിയില്ലെങ്കിൽ ചൂടാവും. ഞാൻ വെള്ളത്തിൽ വെച്ച് നോക്കിയായിരുന്നു സംഭവം, കുഴപ്പമൊന്നുമില്ല, വെള്ളമൊന്നും കയറുന്നില്ല. നമ്മുടെ റെഡ് ഏകദേശം തീരാറായിട്ട്, ആ വാൾപേപ്പറില്ലേ റെഡ് ഒരു ഇത്തിരിയും കൂടെ ഉള്ളൂ തീർന്ന്, അത് കഴിഞ്ഞാൽ തീർന്ന്. ഗ്രേയും കുറച്ചും കൂടെ ഉള്ളൂ, ബ്ലാക്ക് ഏകദേശം തീർന്നു, ബ്ലാക്കും കുറച്ചും കൂടെ ഉള്ളെന്ന് തോന്നുന്നു. ഇതെന്തായാലും ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാം തീരും. തിളക്കം കണ്ടില്ലേ വാൾപേപ്പർ, ഇത് ഗ്ലോസി കേട്ടോ, ഗ്ലോസി ടൈനി വാൾപേപ്പറാണ്. നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആട്ടോ, ഫ്ലിപ്കാർട്ടിലും ആമസോണിലും എല്ലായിടത്തും അവൈലബിൾ ആണ്. ഒരുപാട് പൈസയൊന്നും ഇല്ല, ഒരു 200 രൂപ താഴെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നമ്മൾ ഭിത്തിയിലൊക്കെ ഒട്ടിക്കുന്ന വാൾപേപ്പർ ഇല്ല, അത് ആ സെയിം തന്നെ, അതിൻ്റെ തന്നെ തിളക്കമുള്ളത്, ഡിസൈനൊന്നും ഇല്ലാത്തത്, പ്ലെയിൻ ആയിട്ടുള്ളത്. എല്ലാ കളറും അവൈലബിൾ ആണ്, മഞ്ഞ, പച്ച, കറുപ്പ് എല്ലാം അവൈലബിൾ ആണ്, ഓറഞ്ച് എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾ മേശയുടെ പുറത്തൊക്കെയാണ് ഈ വാൾപേപ്പർ ഒട്ടിക്കണമെങ്കിൽ കറുപ്പാണ് നല്ലത്. പിന്നെ നമ്മുടെ പ്ലെയിൻ ഇപ്പോഴും ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ട്രെയിൻ അപ്പുറത്തൊരു ഷെൽഫ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അവിടെ ട്രെയിൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ബോട്ട്, അങ്ങനെ നമ്മളിപ്പം മിനിയേച്ചറായിട്ട് ഗൈസ് നമ്മൾ ഫൈനലി നമ്മുടെ ബോട്ട് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതെങ്കിൽ തിളക്കം കണ്ടില്ലേ ബോട്ടിൻ്റെ. ഇവിടെ നമ്മൾ കറുപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇവിടെ കറുപ്പ് കൊടുത്തു. ഇനി ഇത് കണ്ട, ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്യണം. പിന്നെ ഇവിടെ ഒരു സംഭവം വയ്ക്കണം. പിന്നെ എന്താ പറയുക, നമ്മൾ വാൾപേപ്പർ ഒട്ടിച്ചിട്ട് ഹീറ്റിംഗ് മെഷീൻ ഇല്ലേ, ഹീറ്റിംഗ് മെഷീൻ അത് വെച്ചൊന്ന് ചൂടാക്കിയാൽ മതി, നല്ല സ്മൂത്തായിട്ട് കിട്ടും. മോട്ടറും കാര്യങ്ങളും
ഇനി നമ്മൾ പ്രൊപ്പലർ ഉണ്ടാക്കണം. അതായത് ഇവിടുത്തെ പ്രൊപ്പലറില്ലേ, ഫാൻ മോട്ടറിൻ്റെ അത് ചെയ്യണം. അത് പ്ലാസ്റ്റിക്കിൽ ചെയ്യണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷീറ്റിൽ വേണം ചെയ്യാൻ. പിന്നെ ലെഫ്റ്റ് റൈറ്റ് എന്നിരിക്കുന്ന സംഭവം കൂടെ ചെയ്യണം. ഇനി ഇതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാറുണ്ട്. പിന്നെ ഗ്രേ വാൾപേപ്പറും കൂടെ ഒട്ടിക്കാറുണ്ട്. ഇവിടെ കുറച്ച് ഡിസൈനും കൂടെ കൊടുക്കാറുണ്ട്. എന്നിട്ട് നിൽക്കാൻ കാണിച്ചു തരാം.